യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 4, 5 വാക്യങ്ങള് എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് പഠിച്ച നമ്മുടെ ആത്മാവിനെ യേശുവിലോട്ട് കൊടുക്കുന്ന അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡി സെഷനിലൊക്കെ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ കൺട്രോളിൽ ഇരിക്കുന്നതാണ് നമ്മുടെ മനുഷ്യാത്മാവ്. ആ മനുഷ്യാത്മാവിനെ യേശുവിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ യേശു ഇവിടെ വേറൊരു കാര്യം ഓഫർ ചെയ്യുന്നു. ഇവിടുത്തെ ആ എഴുത്തിന്റെ രീതി നോക്കിയേ. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇവിടെ ആ ഓർഡർ നോക്കുക. ഞാൻ നിങ്ങളിൽ വസിക്കും, എന്നിൽ വസിക്കാന്നല്ല പറയണേ. ദ മൊമെന്റ് when we give our spirit to God, that is a time God can enter in our life. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും മണ്ഡലങ്ങളിലും വളരെ ആഴത്തിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ ബോധപൂർവം യേശുവിലോട്ട് കൊടുക്കേണ്ടതുണ്ട്. യേശുവെ, അവിടുന്ന് ഈ ആത്മാവിനെ നിയന്ത്രിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, അതാണ് ശരിക്കും പറഞ്ഞ ക്രിസ്ത്യനിൽ യേശു നമ്മളിൽ വസിക്കുവാൻ യേശുവിനെ അലോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണത്. അല്ലെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല, യേശു ഔട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അപ്പം വളരെ ഒരു കാര്യം, വളരെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ആ ആത്മാവിനെ കൊടുക്കുക എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ആത്മാവിനെ യേശു പർപ്പസ്ഫുള്ളി നമ്മൾ കൊടുക്കുക. പർപ്പസ്ഫുള്ളി കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആത്മാവ് സാത്താനിക സിസ്റ്റത്തിൽ ചെന്നുപെടുകയും യേശു നമ്മുടെ ഉള്ളിൽ വരുന്നതിന് പകരം സാത്താൻ്റെ കാര്യങ്ങൾ ഉള്ളിൽ വരികയും അത് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ ഐഡിയോളജീനെ, നമ്മുടെ ആക്ടിവിറ്റീസിനെ എല്ലാം അത് ബാധിക്കും. അതേസമയം യേശുവാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും യേശു ഉണ്ടായിരിക്കും. ഇൻ അതർ വേർഡ്സ്, നമ്മൾ പ്രകാശത്തിലായിരിക്കും. യഥാർത്ഥമായ പ്രകാശത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾക്ക് ആ ഒരു കാര്യത്തിലോട്ട് പോകാം. കാരണം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത് യേശുവിൻ്റെ ഒരു പ്രകാശത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത് നമ്മുടെ ഐഡിയ അല്ല, ദൈവം തന്ന ഐഡിയ ആണ്. ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷ പോലത്തെ ഒരു കാര്യമായിട്ട് വേണം നമ്മളെ ഏൽപ്പിച്ച ഈ ഒരു മേഖലകൾ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രൈമറിലി നമ്മുടെ ലൈഫിൽ ഇത് ഓർത്തിരിക്കണം. ഇത് അടുത്ത ഇതിൻ്റെ ബാക്കി വായിക്കുമ്പോൾ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ ഒരു സ്റ്റാറ്റസ് യേശു ഇവിടെ ഈ ബലം കായ്ക്കുന്ന രീതിയിലോട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ സ്റ്റാറ്റസ് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഇത് എപ്പോഴും നമുക്കുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് യേശുവിലും യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലും ആകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് അത് പിന്നീട് നമ്മുടെ ഫലമായിട്ട് മാറുന്നത്. അത് ഒരു സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ, ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ അത് വളരെ പ്യുവറായിരുന്നു. ആ കുഞ്ഞുങ്ങളെ നോക്കി യേശു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. യേശു വലിയ ആൾക്കാരെ നോക്കി മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 12, മത്തായി 16, മത്തായി 17, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്.
വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയെ ഒരു സ്ഥലത്ത് നിങ്ങൾ അടയാളം തിരയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ അങ്ങനെ ഏഹ്, ഏഹ്, നമ്മളിങ്ങനെ പല രീതിയിൽ ശിഷ്യന്മാരെ പോലും യു അൺബിലീവിങ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കുഞ്ഞായിരുന്ന ശുദ്ധമായിരുന്ന ഒരു വ്യക്തി വലുതായപ്പോൾ ഇംപ്യൂർ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ യേശു പറഞ്ഞ ബലം കായ്ക്കുന്ന സിസ്റ്റം തന്നെയാണ് അവിടെയും വർക്ക് ചെയ്തത്. പക്ഷെ അത് സാത്താന്റെ ബലമായി പോയി എന്ന് മാത്രം. അതായത് അവന്റെ സ്പിരിറ്റിനെ സാത്താൻ എങ്ങനെയൊക്കെയോ വശീകരിച്ച് അല്ലെങ്കിൽ സാത്താന്റെ സ്പിരിറ്റ് അവൻ്റെ ഉള്ളിൽ കയറി ഒരു നല്ലൊരു കുഞ്ഞിനെ പ്രായമായപ്പോഴത്തേക്കും ഈ ഒരു വിളിക്ക് യോഗ്യനാക്കി തീർത്തു എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ യേശു പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ഈ സാത്താൻ ഓൾറെഡി ഉള്ളിൽ കയറി സാത്താൻ മൊത്തം പുറത്തു പോകണം. സാത്താൻ ഓൾറെഡി നമ്മുടെ ഉള്ളിലിട്ട ഈവിൾ ഡെപ്പോസിഷനും പുറത്തു പോകണം. അത് നമുക്ക് അറിയാവുന്ന വേറൊരു ടോപ്പിക്കാണ്. എന്നാൽ മാത്രമേ നമ്മൾ തിരിഞ്ഞൊരു ഈ ശിശുവിനെ പോലെ ആവുന്നുള്ളൂ. അപ്പൊ ഇത് ഫണ്ടമെന്റലി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഈ യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലായി അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ യേശുവിന്റെ ഉള്ളിലോട്ട് ആ വാതിലിലോട്ട് നമ്മുടെ ആത്മാവിനെ കൊടുക്കുകയും യേശു നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്തിട്ട് വേണം നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ. എന്നാലേ കാര്യങ്ങൾ അതിന്റെ ഓടുള്ളൂ. ഇനി കാരണം അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ബലം കായ്ക്കും. അതായത് സാത്താന് നമ്മളെ പൊല്യൂട്ട് ചെയ്യാമെങ്കിൽ യേശു പറയുന്ന പോയിന്റ് ഇതാ, യേശു ഉള്ളിലുണ്ടെങ്കിൽ യേശുവിന് നമ്മളെ നല്ല ബലം പുറപ്പെടുവിക്കുന്ന വ്യക്തി ജീവിതങ്ങളാക്കാൻ പറ്റും. ബലം ഉറപ്പ് അത് വേണം, യേശുവിന്റെ സ്വഭാവം വേണം. പക്ഷെ നമ്മുടെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം നോക്കുക. അടുത്ത കാര്യം എഴുതിയേക്ക് നോക്കുക. 5-ാം വാക്യത്തില്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ബലമൊന്നും അല്ല പറയണേ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ബലം കായ്ക്കാൻ കഴിയും, ഓഫ് കോഴ്സ് കഴിയത്തില്ല. പക്ഷെ വേറൊരു സാധനം യേശു കൂട്ടി പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബന്ധം മുറിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെങ്കിൽ വി ആർ സിംപ്ലി വേസ്റ്റിംഗ് അവർ എനർജി, നമ്മുടെ ആയുസ്, നമ്മുടെ എല്ലാ പരിപാടിയും വെറുതെ നമ്മൾ കളയണം. കാരണം ഇത് യേശുവിൻ്റെ പരിപാടിയാണ്. ഇവിടെ യേശു എഴുതിയേക്കുന്ന ആ എഴുത്തും അങ്ങനെ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും കഴിയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഈ ആത്മാവിന്റെ സിസ്റ്റം യേശുവിൽ കൊടുക്കുകയും യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ സ്റ്റാറ്റസ് ഇല്ലാതെ നമ്മൾ ഇൻസർകോം ആവട്ടെ, ലാംബ്രോഫോസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവം ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്തമാവട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. വി ആർ സിംപ്ലി വേസ്റ്റിംഗ് അവർ ടൈം. സോ ഇത് ഫണ്ടമെന്റലി ദൈവം എന്നെ ഓർപ്പിച്ചായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി ദൈവം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചെയ്യുന്ന മെത്തേഡ് വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ഈ മത്തായി സുവിശേഷത്തില് 5-ാം അധ്യായത്തില് പ്രകാശിക്കുന്ന കാര്യം നമ്മൾക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം, 15-ാം 16-ാം വാക്യം. ഒരു വാക്യം കൂടെ മുന്നേ വായിക്കാം. 14-ാം വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ഇവിടുത്തെ ഈ ഇലിസ്ട്രേഷനിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. വിളക്ക് കത്തിക്കുന്നു, അത് തണ്ടിന്മേൽ വെക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പൊക്കി വെക്കണം എന്ന് പറയുന്നു.
അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് യേശു തന്നെ കൊടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ തണ്ടിന്മേൽ വെക്കുക എന്നുള്ള പദം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണെന്ന് യേശു പറയുന്നു. അങ്ങനെ ചെയ്യണം. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പൊ ലോകത്തിന് മുമ്പിൽ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ആത്മീയവും ഭൗതികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഏൽപ്പിച്ച ഈ പർട്ടിക്കുലർ ഈ ദൈവികമായ ആ സംഭവമൊക്കെ ഒരു അസാധാരണമായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്, അതൊരു പ്രവൃത്തി ആക്ച്വലി. തണ്ടിന്മേൽ വെക്കുക എന്നുള്ളത് വി ഹാവ് ടു ഡു സം സർട്ടൻ ആക്ഷൻസ്. ഇനി നമ്മൾ ആദ്യം കുറച്ച് മുമ്പ് പഠിച്ച ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലായി, യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവനിൽ പ്രകാശമുണ്ട്, നമ്മളിൽ പ്രകാശമുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്പിരിറ്റ് യേശുവിന് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്ത് സത്യപണി ആ മൊമ്മയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് നമുക്കറിയാൻ പറ്റും. അത് പ്രകാശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പ്രകാശിച്ചിരിക്കുന്ന അവസ്ഥയിൽ റെഡിയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പ്രവൃത്തിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം നമുക്കെന്തോ പ്രവൃത്തി ചെയ്യാനുണ്ട്. നമുക്ക് പ്രവൃത്തി ചെയ്യാൻ ഉണ്ട്. ഇനി പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ സമയമില്ലാതെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പക്ഷെ പറയുന്ന ഓരോ പോയിന്റും ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാനത് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആവശ്യം വരും. കാരണം നമ്മൾ ചില സ്റ്റെപ്പുകളാണ് കാണുന്നത്. ആദ്യം തന്നെ പറഞ്ഞു, ആ യേശു നമ്മളുമായിട്ടുള്ള ലിങ്ക് അത് നമ്മൾ തുടങ്ങുന്നതാണ്. നമ്മൾ യേശുവിനെ നമ്മുടെ സ്പിരിറ്റ് ഏൽപ്പിക്കുമ്പോഴാണ് യേശു നമ്മുടെ ഉള്ളിൽ വരിക. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രകാശത്തിൻ്റെ അവസ്ഥയാണ്. അങ്ങനെയുള്ള ആൾക്ക് ബലം കായ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ദൈവവൈതലായതുകൊണ്ട് അത് അങ്ങനെ ഒരു സിസ്റ്റം അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആണെന്നാണ് യേശു എഴുതിയേക്കണം. ഇനി ഇവിടെ എഴുതിയേക്കുന്ന കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ, തണ്ടിന്മേൽ വെക്കുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡു സർട്ടൻ ജോബ്. നമുക്ക് ചില വർക്കുകൾ ചെയ്യാനുണ്ട്. അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അതിനുവേണ്ടി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലോട്ട് തന്നെ നമുക്ക് പിന്നെയും പോകാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ യേശുവാകുന്ന ഇടയൻ ഈ തൊഴുത്തിൽ കടന്നിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. അതായത് വാതിലിലൂടെ കടക്കുന്നു ആടുകളുടെ ഇടയനാകുന്നു. ദാറ്റ് മീൻസ് അതായത് നമ്മൾ യേശുവിനെ മനഃപൂർവ്വം നമ്മളെ സ്പിരിറ്റ് ഏൽപ്പിക്കുകയും യേശു നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യുന്ന അവസ്ഥയാണത്. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ, അതായത് നമ്മൾ തന്നെ നമ്മുടെ സ്പിരിറ്റിനെ കൊടുക്കുകയും യേശു നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്താൽ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ കുറച്ചും പോയിട്ട് പ്രവൃത്തിയൊക്കെ ചെയ്യാനുണ്ട്. പ്രവൃത്തിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ the most important and the primary thing that need to happen in our life is നമ്മൾ യേശുവിനെ കേൾക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഇവിടെ എഴുതിയേക്കുന്നത് വളരെ കറക്റ്റാണ്. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തോണ്ട് പോകുന്നു. അതിനകത്ത് ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. നമ്മൾ ഈ കാര്യം വ്യക്തമായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും നമ്മുടെ അവസ്ഥയിലും ശരിക്കും അപ്ലൈ ചെയ്യണേ. നമുക്ക് മനസ്സിലാവണം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യേശു തന്നെ നമ്മളെ ഒരാളെയും ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതൊന്നും ആരെയും വിളിക്കത്തില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആ ചെയ്യാനുള്ള രീതിയിലോട്ട് റെഡിയാക്കുന്ന കാര്യമാണ് പറയുന്നത്. വി നീഡ് ടു ഫോളോ ദ സെയിം മെത്തേഡ്. അല്ലെങ്കിൽ ഈ സെയിം സാധനം തന്നെയാണ് എത്ര വലിയ മിഷണറി വർക്കാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉതകുന്ന ഒരു സാധനം. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ. ദ മൊമെന്റ് വി ആർ ഇൻ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലാകുമ്പോൾ അടുത്ത കാര്യം നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുകയും ഏറ്റവും നമ്മളെ ശരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതായത് ഈ യേശുവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ വേറെ ഒരു പ്രവൃത്തിയും നടക്കൂല.
യേശു നമ്മളോട് വ്യക്തമായി പറയണം. അതായത് നമ്മളൊരു ആ നമ്മുടെ ഗുഡ്ഗാവിലെ ആ ഫാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ആടുകളും പശുവൊക്കെ വരുമ്പോ, അവര് ഈ പറഞ്ഞൊരു ഇടയൻ നമ്മുടെ പറമ്പിലൂടെ കയറ്റി വിടുമ്പോ, ആ ആട് ആ സാധനങ്ങളൊക്കെ പുല്ലൊക്കെ തിന്നൊക്കെ ഇരിക്കുകയാണെങ്കിലും, ഇതിന്റെ ചെവി എപ്പോഴും ഇടയന്റെ ഒച്ചയായിട്ട് ട്യൂൺഡ്. ഇത് എത്ര കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയൻ ഒരു കുറച്ച് കഴിയുമ്പോൾ എന്തൊരു ഒച്ച കേൾപ്പിക്കുമ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ ഈ പുല്ല് തിന്നണ പരിപാടിയൊക്കെ നിർത്തി പയ്യെ ഗേറ്റിൽ കൂടെ പോണതാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോ നമ്മളവിടെ കിടന്ന് എത്ര ബഹളം ഉണ്ടാക്കിയാലും ഈ സാധനം അത് നോക്കത്ത് പോലുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം മാനുഷികം അല്ലെങ്കിൽ ദൈവം ഈ ഒരു ഇല്ലസ്ട്രേഷൻ ദൈവം നമുക്ക് അങ്ങനെ തരുമ്പോ, ഇത് ഒരു യഥാർത്ഥമായ ഒരു ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ്. യേശുവിനെ കേൾക്കാൻ പറ്റണം. പരിശുദ്ധാത്മാവിനെ ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ എഴുതിയേക്കുന്നത്, ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തോണ്ട് പോകുന്നു പറയാൻ കാരണം, അത് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാകാൻ വേണ്ടിയാണ് അതിന്റെ അർത്ഥം. അതായത് ആടിന് മനസ്സിലാവണം ഈ ഇടയനും ഞാനുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാ. നമുക്ക് മനസ്സിലാവണം യേശുവും ഞാനുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാ. എന്നാ പിന്നെ ഒച്ച കേട്ട് ആ മൊമെന്റിൽ അതായത് പേർ ചൊല്ലി വിളിച്ചോണ്ട് പോവാ എന്ന് പറയുമ്പം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമേ ദൈവത്തിന്റെ പ്രവൃത്തികളിലോട്ടൊക്കെ നമ്മളെ ഇറക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ നമ്മൾ ഒരു ആഴത്തിലുള്ള ഒരു അർത്ഥം കാണണം. ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് യേശുവും ഞാനുമായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ആണ് യേശുവിന് ഫർദർ ലെവലിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പോ തുടക്കത്തിൽ മുതൽ തുടങ്ങുന്ന ഈ ശബ്ദമാണ് പ്രിയ ദൈവമക്കളെ നമ്മളെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഈ യേശു പോകുന്ന വഴി അതിനെ മൊത്തം അനുഗമിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അത് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ദൈവം എന്നോട് ആത്മാവില് വചനധ്യാനത്തില് ദൈവവുമായിട്ട് നമ്മൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എനിക്ക് കുറച്ച് പ്രവൃത്തി ചെയ്യാനുണ്ട്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ദൈവത്തിനറിയാം. അത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറഞ്ഞു തരും എന്ന് നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തോട് ചോദിച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ തരും. ദൈവം അതിനുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരും. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇനി അടുത്തത്, അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതായത് ഇത് പ്രാക്ടിക്കൽ ആടിൽ അത് നടക്കുന്നുണ്ട്. ഈ സാധാരണ ആട് മേയ്ക്കുന്നവരെ സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്താൽ അറിയാം. നമ്മുടെ സൗണ്ടൊന്നും ആടിന് അറിയില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ആട് മൈൻഡ് ചെയ്യില്ല. അതേസമയം ഇടയൻ ഒരു ചെറിയ നമുക്ക് പോലും നമ്മൾ തന്നെ ഇടയന്റെ ആ സൗണ്ട് അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ സൂക്ഷിച്ചിരുന്നാലേ നമുക്ക് പോലും മനസ്സിലാവുള്ളൂ. അത് ഇടയനും ആടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇടയനും ആടും കമ്മ്യൂണിക്കേഷനൊക്കെ ഓക്കെ, നോ ഇഷ്യൂ. അതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇവിടെ അടുത്ത് എഴുതിയേക്കുന്നത്, അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടു ഓടിപ്പോകും. അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ചലഞ്ച് ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ വളരെ വിലപ്പെട്ട സമയം ഈ സാത്താന്റെ ചിന്തയാണ് മിക്കവാറും നമ്മുടെ തലയിൽ ഇടിച്ചു കയറുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പ്രകാരത്തിൽ അതിനെ സ്റ്റോപ്പ് ചെയ്ത് ദൈവത്തിന്റെ ചിന്തയാക്കുന്നത്. ഒരു ചെറിയ സമയം കിട്ടി ഉടൻ തന്നെ നമ്മൾ റീൽസ് നോക്കാൻ പോകും. അതായത് നമ്മുടെ ആയുസ്സിനെ വെറുതെ കളയുന്ന പല സാധനങ്ങളും ചെയ്യാൻ പോകും. നമ്മൾ പല കാര്യങ്ങളും ഈ ലോകത്തിന്റെ ശബ്ദം കേട്ട്, ലോകത്തിന്റെ മോഹം കേട്ട്, ഫ്ലഷിനെ നറീഷ് ചെയ്യുന്ന കാര്യം ചെയ്ത് ഒക്കെ പല കാര്യം ചെയ്യും. അത് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ കേട്ടാലും അത് നമുക്ക് ഭയങ്കര വ്യക്തതയാണ്. അത് നമ്മളെ സ്വാധീനിക്കുകയും അത് നമ്മളിൽ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത്, നമ്മൾക്ക് അത് മനസ്സിൽ പോലും ആകാൻ പാടില്ല എന്നുള്ള അവസ്ഥയാണ് എഴുതിയേക്കുന്നത്.
അത് ശരിക്കും ദൈവം എന്നെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ജെന്യുയിനായിട്ട് നമ്മുടെ സ്പിരിറ്റിന് യേശുവിനെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മുഴുവൻ 100% റെസ്റ്റ് ഓഫ് അവർ ലൈഫ്. അത് ശരിക്കും അങ്ങനെ കൊടുക്കുകയും, അത് നമ്മൾ മനസ്സ് പുതുക്കി ഇടയ്ക്കിടെ എപ്പോഴൊക്കെ ഓർമ്മ വരുന്നു അപ്പോഴൊക്കെയും അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിൽ അധികമായി അധികമായി വസിക്കുകയും, ആ യേശുവിൻ്റെ കൺട്രോൾ നമ്മൾ അധികമായി അധികമായി വരികയും, ഈ മറ്റുള്ള അന്ധകാര ശക്തികളെ നമ്മളിലുള്ള സ്വാധീനം കുറയുകയും ചെയ്യും. അത് കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യാന്ന് പറയുന്നത് താക്കോൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എപ്പോഴും താക്കോൽ ഉപയോഗിച്ച് അന്ധകാര ശക്തികളെ പുറത്താക്കി ബന്ധിക്കണം. നമ്മുടെ ഇടപാടിൽ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചിന്താമണ്ഡലത്തിലോ, നമ്മുടെ സ്പിരിറ്റിന് ഒരു കാരണവശാലും അന്ധകാര ശക്തി ആക്സസ് ചെയ്യാതെ അതിനെ പൂട്ടിക്കണം. ഇനി സാത്താൻ്റെ എന്തെങ്കിലും മണ്ഡലം നമ്മുടെ ഉത്തരവാദിത്ത മണ്ഡലങ്ങളിലോ, നമ്മുടെ ലൈഫിലോ, നമ്മുടെ കുടുംബത്തിലോ, നമ്മളുടെ ഏൽപ്പിച്ച ഏതെങ്കിലും ജോലി മേഖലയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മനഃപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ അതിനെ മൊത്തം അഴിച്ചു കളയുന്നുണ്ട്. നമ്മൾ ആ ഒരു നിലവാരത്തിലോട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം. നമ്മളപ്പോഴാ ഞാനിത് ഓർക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ പോലും, അതായത് ഞാന് ദൈവവുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയാണ്. ദൈവത്തിനോട് വളരെ വ്യക്തമായും ആഴത്തിലും വചനങ്ങളെയും അല്ലാത്ത കാര്യങ്ങളെയും ഒക്കെ പറയുന്ന വ്യക്തിയായിട്ട് കൂടി, എനിക്ക് പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ പല സാധനങ്ങളും എന്നെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അതായത് ലോകത്തിൻ്റെ സംഭവങ്ങൾ നമ്മളെ ഒട്ടുമേ സ്വാധീനിക്കാതെ, അത് ഒട്ടുമേ ഇൻഫ്ലുവൻസ് ചെയ്യാതെ, യേശുവിൻ്റെ ആ സിസ്റ്റത്തിൽ തന്നെ ഫുള്ളി ഡ്രിവൺ ആയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ടാർഗറ്റ് അതായിരിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ സാധനം നമ്മളിൽ കേൾക്കുകയും ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴും മനസ്സിലാക്കിയോ, വി ആർ നോട്ട് റെഡി ടു ഡു ദ വർക്ക് ആക്ച്വലി. നമ്മൾ ഈ സാത്താൻ്റെ സാധനം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാലൊന്നും നമ്മൾ വർക്ക് നടക്കത്തില്ല. കാരണം കാരണം ഞാൻ പറയാം. അതിൻ്റെ ഒരു അതായത് ദെർ ആർ സം ഫർദർ ലെവൽ, ഫർദർ ഇതുണ്ട്. നമ്മളിപ്പോൾ ചില പർട്ടിക്കുലർ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തില് യേശു ലാസറെ ഉയർപ്പിച്ച ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ആ പറയുന്ന കാര്യത്തിനകത്ത് ചില വളരെ ഇമ്പോർട്ടന്റ് ആയ ചില സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മള് ഒരു ചില കാര്യം ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ശരിക്കും പറയാ ഈ യേശുവിന്റെ സൗണ്ട് കേട്ട് അവനെ ഫോളോ ചെയ്ത് മേച്ചിൽപ്പുറത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വർക്ക് ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മളെപ്പോഴും മനസ്സിലാക്കും നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഈ യേശുവാണ് നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. നമ്മളെ ലിമിറ്റ് ചെയ്യാൻ ഒരു സാധനത്തിനും പറ്റില്ല. കാരണം ദൈവമാണ് നമുക്ക് ആവശ്യമാവുന്ന എല്ലാ സാധനവും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡ്, നമ്മുടെ എല്ലാ കാര്യം, നമ്മുടെ പൈസ, നമ്മുടെ ക്ലയൻസോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സോ, നമ്മുടേതായ സർവീസോ, ക്വാളിറ്റിയോ, ടെക്നോളജിയോ, വാട്ടെവർ, ഹി ക്യാൻ ഡു എവറിത്തിങ് പെർഫെക്റ്റ്ലി. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ആ ലെവല് എവിടെങ്ങാണ്ടൊക്കെയോ മിസ്സാവുന്നതുകൊണ്ടാണ് അതങ്ങനെ ശരിയാവാത്തത്. അപ്പോൾ ഇനിയും ഞാനത് ദൈവത്തിനോട് 100% ഈ ഉപവാസം കഴിയുമ്പോഴത്തേക്കും വി വിൽ ബി പെർഫെക്റ്റ്, 100% പെർഫെക്റ്റ് ഇൻ ടേംസ് ഓഫ് ഡൂയിങ് ഹിസ് വർക്ക്. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പാകത്തിന് ഈ ഉപവാസം കഴിയുമ്പോൾ നമ്മൾ ആവും. ദൈവം അങ്ങനെ ആക്കും. അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത പോയിന്റിലൂടെ ഞാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ലൈഫാണ് ഞാനീ പറയുന്നത്. ഇവിടെ ഇങ്ങനെ കാണുന്ന ഒരു കാര്യം, 9-ാം വാക്യത്തില് ഇങ്ങനെ എഴുതുന്നു. അതിന് യേശു, പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Jesus answered, Are there not 12 hours in the day? If anyone walks in the day, he does not stumble because he sees the light of this world. But if anyone walks in the night, he stumbles because the light is not in him.
അപ്പോൾ ഇതും ശരിക്കും നമ്മുടെ ഉള്ളിലോട്ട് ശരിക്കും എടുക്കണം. ശരിക്കും നമ്മളിത് ഭയങ്കരമായിട്ട് എടുക്കണം. യേശു ഇവിടെ പറയുന്നൊരു കാര്യം, വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ പറ്റും. ഇരുട്ടിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എഗെയിൻ യേശു പറഞ്ഞ ഈ കാര്യമൊക്കെ വളരെ ആഴത്തിൽ നോക്കണേ. ഇപ്പം നമ്മുടെ സ്പിരിറ്റ് സാത്താൻ്റെ കയ്യിലായിരിക്കണമെങ്കിൽ നമ്മൾ ഇരുട്ടിലാണ് ആക്ച്വലി. അപ്പം നമ്മൾ എപ്പോൾ ഇടറീന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ പക്ഷേ യഥാർത്ഥ വെളിച്ചത്തിലാണ് ഇടറാൻ പാടില്ല. വി ഷുഡ് പ്രൊസീഡ്. നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നുള്ള നല്ല ക്ലാരിറ്റി നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. യേശു അത് പറഞ്ഞു തരും. ഉറപ്പായിട്ടും പറഞ്ഞു തരും. കാരണം ഇവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യം, ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ലാസറിന്റെ ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ലാസർ ദീനമായിട്ട് കിടക്കുന്നു എന്ന് മാർത്തയും മറിയയും അറിയിച്ചിട്ടും യേശു പോയില്ല. ദൈവനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യമാണ്, പകലിന് 12 മണിക്കൂർ ഇല്ലയോ? നമ്മൾ പിന്നെ വേറെ സ്ഥലത്ത് കാണുന്നു, പകലുള്ളിടത്തോളം അവന്റെ പ്രവൃത്തി ചെയ്യുക. പിന്നെ വേറെ പല സ്ഥലങ്ങളിലും യേശുവിന്റെ പ്രവൃത്തിയിൽ, യേശുവിന്റെ മിഷനിൽ കാണാം. ഇപ്പോൾ കാനാവിലെ കല്യാണം, വെരി ഫസ്റ്റ് അത്ഭുതത്തിൽ തന്നെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഈ ഉം, ദേവാലയത്തിലോട്ട് പോകാൻ വേണ്ടി ശിഷ്യന്മാർ അവർ പറഞ്ഞപ്പോൾ, നിങ്ങൾ പൊയ്ക്കോ, എൻ്റെ നാഴിക ഇത് വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊരു വലിയ പോയിന്റാണ്. ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ചില ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടൈം എന്താണെന്ന് അറിയണം. യേശുവിന്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് അറിഞ്ഞു. യേശു പർപ്പസ്ഫുള്ളി വെയിറ്റ് ചെയ്തത്. അതായത് ഇപ്പൊ യേശു ഇതിന് മുമ്പേ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അത് എനിക്കറിയില്ല അത് നടക്കുമെന്ന്. കാരണം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് യേശു ചെയ്തതൊക്കെ യേശുവിനെ അസൈൻ ചെയ്ത യേശുവിന്റെ അധികാരപരിധിയിലുള്ള സമയത്താണ് ചെയ്തത്. ഓഫ് കോഴ്സ് പ്രകാശം ഉണ്ടെങ്കിലും, അതിന്റെ പോയിന്റ് ഇതാണ്, പ്രകാശമുണ്ടെങ്കിലും എപ്പോഴും യേശു ഫുൾ പ്രകാശമാണല്ലോ. ഇപ്പൊ നമ്മളും ആ യേശുവിന്റെ സ്പിരിറ്റ് നമ്മളിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രകാശം ചൊരിയുന്നവരാ എന്നും പറഞ്ഞ് എപ്പോഴും നമ്മുടെ തോന്നുന്ന സ്ഥാനത്തല്ല ചെയ്യേണ്ടത് എന്നാണ് ദൈവൻ എന്ന് പഠിപ്പിച്ചത്. വി മസ്റ്റ് ബി വെരി അവെയർ ഓഫ് അവർ ടൈം ഓഫ് ആക്ഷൻ. ആ സമയത്ത് തന്നെ മിസ്സാകാതെ ചെയ്തിരിക്കണം. കാരണം ഇതൊക്കെ സമയത്തിന്റെ ഒരു സ്കെയിലാണ്. കാരണം നമ്മുടെ ലൈഫ് ഒരു ടൈം ഫ്രെയിമിൽ പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ എൻഡ് ഡേ ഒരു സാധനം ദൈവം വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ദൈവം അത് മാറ്റില്ല. അതായത് നമ്മൾ ഇവിടെ ഒരു കാര്യം നമ്മുടെ ഒരു ഗ്രാഫ് പോലെ വരച്ചു കഴിഞ്ഞാൽ, ആ ഗ്രാഫിന്റെ നമ്മുടെ ബോൺ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഗ്രാഫിൽ ഓരോ പർട്ടിക്കുലർ പോയിന്റിൽ ഓരോ ഇവന്റ് ചെയ്യാനുണ്ട്. ആ ഇവന്റ് ചെയ്തത് മിസ്സായി കഴിഞ്ഞാൽ ഈ ദൈവം അതായത് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ടാവും. പല കാര്യങ്ങൾ ഈ പോയിന്റിൽ എൻഡ് പോയിന്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ ഈ എൻഡ് പോയിന്റിനെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇതിനെയും ഫ്രണ്ടിലോട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാട്ട് എവർ വി മിസ് ഇസ് മിസ്. പിന്നെ ദൈവത്തിന്റെ വലിയ വലിയ നമ്മൾ അതിന് പ്രാർത്ഥിക്കണം. നമ്മുടെ ലൈഫിൽ ഓൾറെഡി മിസ്സായിട്ടുള്ള കാര്യങ്ങൾ ദൈവമേ അത് കോമ്പൻസേറ്റ് ചെയ്ത് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത്, തുള്ളനും വെട്ടിക്കിളിയും ഒക്കെ തിന്നു കളഞ്ഞ നാളുകളെ എനിക്ക് തിരിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. വി ഹാവ് ടു പ്രേ ഫോർ ദാറ്റ്. ഇഫ് സംതിങ് ഓൾറെഡി മിസ്ഡ് ഇൻ അവർ ലൈഫ്, വി മസ്റ്റ് പ്രേ ആൻഡ് വി ഷുഡ് റിപ്പന്റ് ആൻഡ് വി ഷുഡ് ആസ്ക് ഗോഡ്സ് ഫേവർ. ബിക്കോസ് നമ്മുടെ ലൈഫിലെ ദൈവം അസൈൻ ചെയ്തിരിക്കുന്ന 100% ടാസ്ക് നമ്മൾ ചെയ്തിരിക്കാനുള്ളതാണ്. നമ്മുടെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പോഴാണ് സ്വർഗരാജ്യത്തിലെ ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ കടക്കുന്നത്.
അപ്പൊ അത് നമ്മൾ അവെയർ ആയിരിക്കണം, ബോധമായിരിക്കണം. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളത് കാണണം. ഇവിടെ എഴുതിയേക്കുന്നത്, ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും താൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവനോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ, അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. അപ്പോ വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് ലാസർ അവിടെ ദീനമായി കിടക്കുന്നതും മരണത്തോട് മല്ലിടുന്നതും മരിക്കുന്നതും ഇവിടെ ഇരുന്ന് യേശു കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഓരോ ആ ടാസ്കിൽ സാത്താൻ ചിലപ്പം പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വറീഡാവും. പക്ഷേ, ഓ ജീസസ് ഹല്ലേലൂയ, മോശയോട് ദൈവം പറഞ്ഞില്ലേ, ഫറവോൻ നിങ്ങളെ അത്ര ഈസി ആയിട്ടൊന്നും വിടില്ല. ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. അവൻ നിന്നെ വിടാൻ പോണില്ല. അപ്പോ ദൈവത്തിന്റെ ചില പ്രവൃത്തികള് ദൈവം ചെയ്യും. അപ്പോൾ നമ്മൾ സാഹചര്യം വേഴ്സ് ആകുന്നു എന്ന് കണ്ടിട്ട് ആകാൻ കാരണം എന്നാന്നറിയോ? വി ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദാറ്റ് ഡീപ്ലി വിത്ത് ഗോഡ്. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇതൊന്നും ഓർത്താ അവൻ വിടുമെന്ന് ഓർക്കണ്ട. അതായത് അവർ ഹൃദയം കഠിനമാക്കുന്നു, പിന്നെ അവൻ അനുദപിക്കുന്നു, മോശ പ്രാർത്ഥിക്കുന്നു, പിന്നെ അവൻ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് മാറ്റുന്നു, പിന്നെയും കഠിനമാവുന്നു, അങ്ങനെ 10 പ്രാവശ്യം. അപ്പൊ മോശ എന്തുകൊണ്ട് ബേജാറാകാതിരുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ദൈവം ഇവനെ അഡ്വാൻസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഇത്രയും നാളത്തെ ലൈഫില് ഇറ്റ് കുഡ് ബി വെരി ടഫ്. ഐ നോ ഇറ്റ്സ് വെരി ടഫ്. എൻ്റെ ലൈഫിൽ ഒത്തിരി 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 സ്ട്രഗിള് നടക്കുകയും എൻ്റെ ഇത്രയും വർഷങ്ങൾ, യെസ്, ഞാൻ ഈ ദൈവത്തിൻ്റെ സ്കൂളിങ്ങിലായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് ഒത്തിരി ഒത്തിരി നാളുകൾ പോയി, വചനം അറിയാത്തതുകൊണ്ട്. സോ ഇറ്റ് ഈസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവൻ വ്യക്തമായി പറയും. സാത്താനെങ്കിലും പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ചില കാര്യത്തിൽ സാത്താൻ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടെങ്കിലും പറഞ്ഞു തരും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായ. സോ ദൈവവുമായിട്ടൊരു ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഡീപ്പ് പ്രാർത്ഥനാ ബന്ധം, ഈ കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയുകയും. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാ അറിയാമോ? ദൈവത്തിനോട് ചോദിച്ച് സമയം, എനിക്ക് ആ സമയത്തിന്റെ കാര്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം ചെറുതായിട്ട് ചെറുതായിട്ട് പ്രകാശിപ്പിക്കുകയും, ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടി ഒരു പ്രകാശം അതിശക്തമായ ദൈവം തന്നു. ദർ ഇസ് എ ടൈം ദൈവത്തോട് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാൻ പാകത്തിന് യെസ് ആമേൻ. അതുപോലെ എൻ്റെ നാഴികയാണ്, ഐ വിൽ ആക്ട് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ നാഴികയിൽ ഒരു സാത്താന്യ ശക്തിക്കും യെസ് നമ്മുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. വി വിൽ കോൺകർ ഇറ്റ്. നമ്മൾ എവിടെ ഫെയിൽ ആകുന്നതെന്ന് വെച്ചാൽ, ഈവൻ ദോ നമ്മൾ ഒരുപക്ഷെ ദൈവത്തിന്റെ വെളിച്ചമുള്ള ആളാണെങ്കിൽ പോലും നമ്മുടെ സമയം അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അപ്രകാശമുള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ സമയത്താ നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ, നോ പവർ ഇൻ ദിസ് വേൾഡ്, നോ ഹ്യൂമൻ പവർ, നോ സ്പിരിച്വൽ പവർ ക്യാൻ കോൺകർ അസ്. നമ്മൾ പക്ഷേ അവരെ കോൺകർ ചെയ്യും, നമ്മൾ അവരെ ഡിഫീറ്റ് ചെയ്യും, നമ്മളത് പിടിച്ചെടുക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഈ ആട് ഇടയെന്നുള്ള സാധനം നോക്കിയാൽ മതി. പ്രശ്നം നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ്. പ്രശ്നം ആ ഡീപ്പായിട്ടുള്ള ബന്ധമില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ സാത്താൻ കവർന്ന സാത്താൻ്റെ ഈവിൾ സാധനത്തിലാണെങ്കിലും നമ്മൾ ഇവിടെ കിടക്കുന്നു. വി ആർ ഫാർ ഫാർ അവേ ഫ്രം ദ ട്രൂത്ത് ആൻഡ് ആക്ച്വൽ സിസ്റ്റം. സോ ഞാനിവിടെ നിർത്തുക. ഇപ്പോൾ 10 മണിയായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്പെസിഫിക് ആയ ചില കാര്യങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞു.
ഈ കാര്യം ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നം നമ്മളെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്ത മേഖലകളിലും ഇങ്ങനെയാ നടക്കുന്നെങ്കിൽ, നമ്മൾ 100% ദൈവം നല്ല ദാസനേന്ന്, വിശ്വസ്ത ദാസനെ എന്നുള്ള വിളിയിൽ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ്, വളരെ ഡീപ്പുവാ. നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്ന ഒരു ഒരു കൺസെപ്റ്റും, ഇപ്പം ഞാനീ പറഞ്ഞ കൺസെപ്റ്റും തമ്മിൽ എന്തൊരു അന്തരാ. ഞാൻ പറഞ്ഞത് വചനാണ്. മറ്റത് അറിയില്ലാത്തോണ്ടാണ്. നമുക്ക് പലപ്പോഴും വചനം അറിയാത്തോണ്ടാ പ്രശ്നം. ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാവില്ലാത്തോണ്ടാ പ്രശ്നം. ആ നല്ല ബന്ധം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കറക്റ്റായി ചെയ്യുകയും, പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടും ഇരിക്കുക. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ ഒരു ടോട്ടലി ഒരു മോൾഡാക്കി, ടോട്ടലി കറക്റ്റാക്കി, പിന്നെ കേട്ട വചനം അനുസരിച്ച് നമ്മളെ അലൈൻ ചെയ്തു മുന്നോട്ട് പോവാ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.